വിധി ജീവിതത്തിൽ മനുഷ്യരെ പരീക്ഷിക്കുന്നത് പല വിധത്തിലാണ്. എന്നാൽ വിധിവിളയാട്ടത്തിന്റെ ഏറ്റവും ക്രൂരമായ അനുഭവത്തിൽ ഒരു പ്രവാസി നിസ്സഹായതയോടെ തന്റെ വീടും പറമ്പും വിൽക്കുവാൻ വെച്ചിരിക്കുന്നു. നാട്ടിലെത്തി തുടങ്ങിയ ബിസിനസ് പൊളിഞ്ഞു പോവുകയും അസുഖങ്ങൾ ബാധിക്കുകയും ഇരു കണ്ണുകളുടെയും കാഴ്ച നഷ്ടപ്പെടുകയും ചെയ്ത മനുഷ്യൻ 2 പെൺകുട്ടികളും മകനും ഭാര്യയും ഉമ്മയും അടങ്ങുന്ന കുടുംബത്തിന് ഒരു ദിവസമെങ്കിലും സമാധാനമായി ഉറങ്ങണമെന്ന ആഗ്രഹത്തിൽ മരുഭൂമിയിൽ വിയർപ്പൊഴുക്കിയുണ്ടാക്കിയ വീടും വസ്തുവും വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു. മലപ്പുറം ആദവനാട് പഞ്ചായത്തിൽ 6-ാം വാർഡിൽ കരിപ്പോളിൽ താമസക്കാരനായ ഷിഹാബാണ് അത്യന്തം ദുരിതാവസ്ഥയിൽ കഴിയുന്നത്. കാഴ്ച നഷ്ടപ്പെട്ട 2 കണ്ണുകളിൽ ഒന്നിൽ കൃത്രിമ കണ്ണുവെച്ചാണ് ഷിഹാബ് ഈ ലോകത്തെ നോക്കുന്നത്. പ്രവാസിയായിരുന്നു. നാട്ടിലെത്തി ചെറിയ ബിസിനസ് തുടങ്ങി. എന്നാൽ പരാജയം നേരിട്ടു. ഒപ്പം അസുഖങ്ങളും. ചികിത്സയ്ക്കായി ലക്ഷക്കണക്കിന് രൂപ ചിലവഴിച്ചു. കണ്ണുകളുടെ കാഴ്ച കുറഞ്ഞ് കാഴ്ച നഷ്ടവും സംഭവിച്ചു. കടം വാങ്ങി തികയാതെ വന്നപ്പോൾ ബാങ്കിൽ നിന്നും ലോണും എടുത്തു. ലോൺ തിരിച്ചടയ്ക്കാൻ ജോലി ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലുമായി. ഇതോടെ എല്ലാം തകിടം മറിഞ്ഞു. കാഴ്ചയില്ലായ്മയും അസുഖങ്ങളും പ്രായമായ ഉമ്മയും 3 മക്കളും ഭാര്യയും ജീവിച്ചു പോവുക എന്നത് ചോദ്യചിഹ്നമായപ്പോഴാണ് 2980 സ്ക്വയർ ഫീറ്റിൽ 5 മുറികളുള്ള വീടും 15 സെന്റ് സ്ഥലവും ഷിഹാബ് വിൽക്കുവാൻ ശ്രമിച്ചത്. എന്നാൽ അവിടെയും പരാജയമായിരുന്നു. ബാങ്ക് ലോണുള്ള ജപ്തിയുടെ വക്കിലെത്തിയ സ്ഥലമായതിനാൽ ആവശ്യക്കാർ സ്ഥലത്തിനും വീടിനും വളരെ കുറച്ച് വില മാത്രമാണ് കൽപ്പിച്ചത്. ഇതോടെയാണ് കൂപ്പൺ നൽകി സമ്മാനമായി വീട് നൽകാമെന്ന ആശയത്തിലേക്ക് മൂർഖത്ത് ഷിഹാബ് എത്തിയത്. ഞാൻ അത്രയും ബുദ്ധിമുട്ടായതുകൊണ്ട് നിങ്ങളോട് എല്ലാവരോടും ഒരു കാര്യം പറയണേ. ഞാൻ എൻ്റെ വീട് കുറേ വിൽക്കാൻ നോക്കി, പക്ഷെ വിറ്റ് പോയില്ല, ഒരു കടക്കാരനായതുകൊണ്ട്. അപ്പോൾ ഞാനൊരു കൂപ്പൺ കൊടുത്തിട്ട് എല്ലാവർക്കും കൊണ്ട് ഒരു സഹായം എന്നുള്ള രൂപത്തിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും എന്നെ സഹായിക്കണം. ഞാൻ അത്രയും ബുദ്ധിമുട്ടാണുള്ളത്. ഈ വീട് ലോൺ എടുത്തിട്ട് ജപ്തിൻ്റെ വക്കിലാണുള്ളത്. ഞാനും എൻ്റെ അമ്മയും എൻ്റെ 3 കുട്ടികളും എൻ്റെ ഭാര്യയാണ് ഈ വീട്ടിലുള്ളത്. അപ്പോൾ അവരെല്ലാവരും ഇറക്കി വിടാനായിട്ട് ബാങ്കർ വന്നിരുന്ന്. അപ്പോൾ ഓല് എൻ്റെ ബുദ്ധിമുട്ട് കണ്ടതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടി സാവകാശം തന്നതാണ്. ഞാൻ ഈ നറുക്കെടുപ്പിൻ്റെ ടൈം വെച്ചിട്ടുള്ള അടുത്ത മാസം 7-ാം തീയതിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ സഹായിക്കണം. എൻ്റെ ഈ ഒരു കണ്ണ് ഇൻഫെക്ഷൻ വന്നിട്ട് എടുത്ത് ഒഴിവാക്കിയതാണ്. മറ്റേ കണ്ണിനും ഈ കണ്ണിനും അതേമാതിരി വന്നിട്ട് എടുത്ത് ഒഴിവാക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കണ്ണിന് കാഴ്ചയില്ലാത്ത രൂപത്തിൽ എത്തിയതുകൊണ്ടാണ് ഞങ്ങൾ മുന്നിലൊക്കെ കൈ നീട്ടുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും കൂപ്പൺ എടുത്തിട്ട് എന്നെ സഹായിക്കണം. കൂപ്പൺ എടുക്കാൻ പറ്റാത്തവര് എൻ്റെ പെരക്കാരി എൻ്റെ അമ്മാനി എല്ലാവരും വിചാരിച്ചിട്ട് നിങ്ങളൊരു 100 രൂപ 200 രൂപയിൽ തന്ന് എന്നെ സഹായിക്കണം. അത്രയും ബുദ്ധിമുട്ടിലാണുള്ളത്. ഞാൻ ഇതിൻ്റെ മുന്നൊക്കെ കുറേ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. കുറേ ആളുകൾ എന്നെ സഹായിച്ചിട്ടുണ്ട്. എന്നാലും ഞാൻ വിചാരിച്ച അത്ര ഫണ്ട് വന്നിട്ടില്ല. അപ്പോൾ കുറേ ആളുകൾ കൂപ്പെടുത്ത് സഹായിക്കുന്നുണ്ട്, കുറേ ആളുകൾ കൂപ്പെടുക്കാതെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളെ കൊണ്ട് കെയ്യിനുമായി എന്നെ സഹായിച്ചിട്ട് ഇനി കടത്തുനിന്നൊന്ന് രക്ഷപ്പെടുത്തി തരണം പ്ലീസ്. അത്രയും ബുദ്ധിമുട്ടായിട്ടാണ് നിങ്ങളോട് പറയണത്. എനിക്കെന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഞാനിത് എല്ലാ പേപ്പറുകളും വക്കീലും മുഖേന ക്ലിയർ ആക്കിയതിന് ശേഷമാണ് ഇത് ചെയ്തിട്ടുള്ളത്. ആരെയും പറ്റിക്കാനും വഞ്ചിക്കാനും ഒന്നുമല്ല. നിങ്ങൾ ഇന്നെല്ലാവരും ഒന്ന് സഹായിച്ചു തരണം. അത്രയും ബുദ്ധിമുട്ടായതാണ്. ആരെയും പറ്റിക്കാനും വഞ്ചിക്കാനും ഒന്നല്ല. ഞാൻ അടുത്ത മാസം 7-ാം തീയതിയാണ് നറുക്കെടുപ്പ്. ഇനി 10-12 ദിവസമേ ഉള്ളൂ. അതിൻ്റെ ഉള്ളിൽ എല്ലാവരും നിങ്ങൾ കൂപ്പെടുത്തിട്ടും കൂപ്പെടുക്കാതെ നിങ്ങളെ കൊണ്ട് എങ്ങനെ സഹായിക്കാൻ പറ്റുന്നത് ചെയ്തു തരിക. ഞാൻ ഈ ആയ കൂപ്പൺ വെച്ചിട്ടായാലും നിങ്ങൾ ഇന്ന സഹായമൊക്കെ കൂടി ഞാൻ ഈ 15 സെന്റ് സ്ഥലം 2950 സ്ക്വയർ ഫീറ്റ് വീടും ഞാൻ ഒന്നാമതായിട്ട് സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ട്. പൊരുത്തപ്പെട്ടിട്ട് എൻ്റെ സന്തോഷത്തോടു കൂടിയാണ് കൊടുക്കുന്നത്. നിങ്ങളെല്ലാവരും എനിക്കൊരു 100 രൂപ തരണേച്ചെങ്കിൽ കൂപ്പൺ എടുക്കണേച്ചെങ്കിൽ എനിക്ക് നിങ്ങൾ പൊരുത്തപ്പെട്ട് തരണം. ഞാൻ കൂപ്പൺ കൊടുക്കുന്നത് 1500 രൂപയ്ക്ക് 2 കൂപ്പണും അതിൻ്റെ കൂടെ ഒരു പ്രഷർ കുക്കർ 3 ലിറ്ററിന് കൊടുക്കുന്നുണ്ട്. പിന്നെ 1000 രൂപയ്ക്ക് 2 കൂപ്പൺ കൊടുക്കുന്നുണ്ട്. പിന്നെ 500 രൂപയ്ക്ക് ഒരു കൂപ്പണും കൊടുക്കുന്നുണ്ട്. എല്ലാ കൂപ്പണിലും സമ്മാനങ്ങൾ ഒരേമാതിരി തന്നെയാണ്. 1-ാം സമ്മാനം വീടും സ്ഥലം 15 സെന്റ് സ്ഥലവും, 2-ാം സമ്മാനം 3 സ്കൂട്ടി 3 ആൾക്ക്, 3-ാം സമ്മാനം 10 വാഷിംഗ് മെഷീന് 10 ആൾക്ക്. ആ രൂപത്തിലാണ് കൊടുക്കുന്നത്. പ്ലീസ് നിങ്ങൾ എല്ലാവരും എന്നെ സഹായിക്കണം. അത്രയും ബുദ്ധിമുട്ടിലായതുകൊണ്ടാണ് പറയുന്നത്. നിങ്ങളോട് മുന്നിൽ എനിക്കെന്താ പറയേണ്ടതെന്ന് അറിയില്ല. നിങ്ങളാൽ കഴിയുന്നത് എന്തെങ്കിലും തന്നിന്നെ സഹായിക്കണം പ്ലീസ്. 1500, 1000, 500 എന്നിങ്ങനെ 3 വിധത്തിലുള്ള കൂപ്പണുകളാണ് ഇതിനായി തയ്യാറാക്കിയിട്ടുള്ളത്. 1-ാം സമ്മാനമായി വീടും സ്ഥലവും, 2-ാം സമ്മാനമായി 3 സ്കൂട്ടറുകൾ 3 പേർക്കും, 3-ാം സമ്മാനമായി 10 പേർക്ക് വാഷിംഗ് മെഷീനുമാണ് നൽകുന്നത്. 2025 ഒക്ടോബർ 7-ാം തീയതിയാണ് നറുക്കെടുപ്പ്. കൂപ്പൺ എടുക്കാൻ സാധിക്കാത്തവർ തങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ തന്നെ സഹായിക്കണമെന്നാണ് ഷിഹാബിന്റെ അഭ്യർത്ഥന. അസുഖം മൂലം കടക്കാരനായി പോയ തന്റെ മകനെ രക്ഷിക്കാൻ സഹായിക്കണമെന്ന് ഷിഹാബിന്റെ ഉമ്മയും അഭ്യർത്ഥിക്കുന്നു.
പിന്നെ എൻ്റെ കുട്ടിയുടെ സോക്കടൊക്കെ നിങ്ങളെല്ലാവരും കണ്ടില്ലേ. അപ്പം എൻ്റെ കുട്ടിക്ക് ഇനി നയിച്ചാൻ പോകാൻ പറ്റൂല, അവൻ്റെ കടം കിട്ടാനും അവനെക്കൊണ്ട് പറ്റൂല എന്ന് വിചാരിച്ചിട്ടാണ് ഈ കാര്യം അവൻ ചെയ്തത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും അവനെ സഹായിക്കാൻ, നിങ്ങളെ കൊണ്ട് കെജിനെ കൂപ്പടക്കാൻ കെജില്ലെങ്കിൽ നിങ്ങളൊരു 100, 500, 200 എങ്ങനെയെങ്കിലും എൻ്റെ കുട്ടീനെ സഹായിച്ച് കൊടുക്കണം. അവൻ്റെ വിഷമം കൊണ്ടാണ് അവൻ പറയുന്നത്. അതുകൊണ്ട് അവൻ്റെ കണ്ണിന് 2 കണ്ണിന്, ഒരു കണ്ണിന് അസുഖം വന്നു, അത് മാറ്റി, മറ്റേ കണ്ണിലും അസുഖം തന്നെയാണ് വന്നിക്കുന്നത്. അതുകൊണ്ട് ഇനിയൊന്നും ചെയ്യാൻ പറ്റൂല അറിഞ്ഞ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും എൻ്റെ കുട്ടീനെ സഹായിച്ച് കൊടുക്കണം ഇനി അവാനും വിചാരിച്ച്. മലയാളം ടെലിവിഷൻ, മലപ്പുറം.